സാറിന് സ്ഥിരം ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് മാറി ഓഗസ്റ്റ് ഒന്ന് പോലെയുള്ള സിനിമകളൊക്കെ വരുന്നത് എസ് എൻ സ്വാമി സാറുമായിട്ടുള്ള ആ ഒരു ബന്ധവും. സ്വാമിയായിട്ടും 2 സിനിമകൾ ചെയ്തുള്ളൂ. അതും ആ സിനിമയും പരമ്പരയും ഒന്ന് ഇതുമാണ്. ഓഗസ്റ്റ് ഒന്ന് ചെയ്യാനുള്ള കാരണം അതിനും മമ്മൂട്ടിയാണ് ഒരു നിമിത്തമായത്. അരമമണി ആണ് അതിന്റെ നിർമ്മാതാവ്. ഞാൻ തോംസൺ ഫിലിംസിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. അന്ന് തോംസൺ ഫിലിംസ് വലിയ നിർമ്മാണ സ്ഥാപനമാണ് ഇവിടുത്തെ. അപ്പം ഞാൻ എസ് എൻ സ്വാമിയുമായിട്ട് ഈ ഓഗസ്റ്റ് ഒന്നിന്റെ കഥകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതേ ഹോട്ടലിൽ, ഇവിടെ BTH ഹോട്ടലിലാണ്, അതേ ഹോട്ടലിൽ തന്നെ ഞാൻ അറിയാതെ സംവിധായകൻ ഭരതനുമായിട്ടും തോംസൺ ഫിലിംസ് ഒരു മമ്മൂട്ടി സിനിമയുടെ ആലോചനകൾ വേറൊരു മുറിയിൽ നടക്കുന്നുണ്ട്. ഞാൻ 1ാമത്തെ നിലയിലും അത് 5ാമത്തെ നിലയിലും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി എന്നെ വിളിച്ചിട്ട് പറയുന്നു, മമ്മൂട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോംസന് ഡേറ്റ് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവര് ഭദ്രനെ വെച്ച് മറ്റൊരു സിനിമ അവിടെ, സിദ്ധാർത്ഥ എന്ന് പറയുന്നൊരു സിനിമയാണ്, അത് അവിടെ ഒരാലോചന നടക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡ്യൂസറെ വെച്ച് ചെയ്തോളൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാം. അരവമണി സാർ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹം ഒന്ന് ഗിരിനഗറിൽ താമസിക്കുന്ന സമയമാണ് മമ്മൂട്ടി. അരവമണി സാർ അങ്ങോട്ട് വരും, നമ്മൾ പറഞ്ഞ സിനിമ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറയും. അങ്ങനെ അത് ആ പ്രോജക്റ്റായി മാറുന്നത് അരോമയിലേക്ക്, തോംസന് വേണ്ടി ചെയ്യാനിരുന്നൊരു പ്രോജക്റ്റ് മമ്മൂട്ടി തന്നെ അത് അരോമയിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് 1 സംഭവിക്കുന്നത്. മറ്റേ സിനിമ പിന്നീട് സംഭവിച്ചില്ല എന്നെനിക്ക്. അതിനുവേണ്ടി റെക്കോർഡിംഗ് ഒക്കെ നടന്നെങ്കിലും ആ സിനിമ സംഭവിച്ചില്ല.